ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആ ന്യൂസ് പേപ്പറിലൂടെ കാണാം. ഫ്രണ്ട് പേജിലെ ന്യൂസുകളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ ന്യൂസ് BJP സാഡ്സ് അഗെയിൻസ്റ്റ് തൃണമൂൽ പ്രൈമ ഫാസി ഡിസ്പറേജിംഗ് SC എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. അത് തൃണമൂൽ കോൺഗ്രസ് അറിയാലോ, വെസ്റ്റ് ബംഗാളിലെ പാർട്ടിയാണ്, മമതാ ബാനർജിയുടെ പാർട്ടിയാണ്. അവരുടെ ബിറ്റർ റൈവൽ ഇൻ വെസ്റ്റ് ബംഗാൾ ഈസ് BJP. സോ ദേ ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഇൻ ലോക്സഭ ഇലക്ഷൻ. സോ അവര് വളരെ ബിറ്റർ ആയിട്ടുള്ള ഇലക്ഷൻ ഇലക്ഷൻ കണ്ടസ്റ്റിംഗ് നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മർഡേഴ്സും എല്ലാം നടക്കുന്നത്. ഈ ഇടയ്ക്ക് അവിടെ ഇപ്പോൾ 1-2 പേര് മരിക്കുകയൊക്കെ ചെയ്തു, BJPയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെ ഒക്കെ. അപ്പം അവര് പരസ്പരം ഭയങ്കര പ്രശ്നമാണ്. അപ്പം അവിടെ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആഡ് ക്യാമ്പയിനിങ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. അതിൽ സുപ്രീം കോടതി ഇടപെട്ടേക്കുന്നതാണ്. അതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമില്ല. ഇനി ഡൽഹി ബ്ലേസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഡൽഹിയിലും പിന്നെ രാജ്കോട്ടിലും ആണല്ലോ ഇപ്പൊ ഈ ഇടയ്ക്ക് വലിയ തീപിടുത്തം ഉണ്ടായ ആൾക്കാരും നിരപരാധികളായിട്ടുള്ള ആൾക്കാരും മരിച്ചത്. ഓൺലി the blame should go to government authorities. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ ഹോസ്പിറ്റൽസിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിമിംഗ് സോണിലാണ് രാജ്കോട്ടിൽ തീപിടുത്തം നടന്നത്. ഇതൊക്കെ റൺ ചെയ്യാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് ഈ നിരപരാധികളായിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ്സ് നഷ്ടപ്പെടുന്നത്. സോ ദ എൻറ്റയർ ബ്ലെയിം ഷുഡ് ഗോ ടു ഗവൺമെന്റ് അതോറിറ്റീസ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഗവൺമെന്റ്സ്. ഡൽഹിയിലാണെങ്കിൽ ഡൽഹി, അതുപോലെ രാജ്കോട്ടിലാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ഗവൺമെന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്നലെ ഗുജറാത്ത് ഹൈക്കോർട്ട് വളരെ ഭയങ്കരമായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് ഗവൺമെന്റിനെ. വി ഹാവ് നോ ട്രസ്റ്റ് ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഇന്നലെ ഗുജറാത്ത് ഹൈക്കോർട്ട് പറഞ്ഞേക്കുന്നത്. ഗുജറാത്ത് ഭരിക്കുന്ന BJP ആണ്. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ ആണ്. ഡൽഹി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും ഭരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഒരു ന്യൂസ് ആയിട്ട് നമുക്ക് കണ്ടതാണ്, നമുക്ക് അറിയാം. പിന്നെ താഴോട്ട് വരുമ്പോൾ IMD ഫോർകാസ്റ്റ് എബവ് നോർമൽ മൺസൂൺ. അത് നമുക്ക് ഇപ്പൊ തന്നെ അതിന്റെ സിംബൽസ് വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിൽ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 31st തൊട്ടാണ് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പുറത്ത് നല്ല ഇരുട്ടാണ്, കംപ്ലീറ്റ്ലി ഇപ്പം എപ്പോഴും റെയിൻ ആണ്. ഇപ്പൊ ഇത്രയും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ എന്താ പറയുന്നത്, വേനൽ മഴയായിരുന്നു. പക്ഷേ നമുക്കത് യഥാർത്ഥ പിന്നീട് എന്താ പറയുക മൺസൂൺ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. മൺസൂൺ വരുന്നതേ ഉള്ളൂ. 2 days കഴിയുമ്പോൾ കേരളത്തിൽ മൺസൂൺ വരുന്ന പറയുന്നത്. ഇത് കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഇത് പറയുന്നത്, ഓൾ ഇന്ത്യയിൽ എബവ് നോർമൽ മൺസൂൺ ആയിരിക്കും എന്നാണ്. കേരളത്തിലൊക്കെ ഫ്ലഡിന് വരെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കുക. IMD നമുക്കറിയാം, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ സൗത്ത് ബംഗാളില് ഈ സൈക്ലോണിൽ ആൾക്കാർ മരിച്ചു ഇന്നലെ. കുറെ അവരുടെ പ്രോപ്പർട്ടീസും എല്ലാവർക്കും നഷ്ടപ്പെട്ടു, അവരുടെ വീടുകളൊക്കെ നശിച്ചു. റെമാൽ എന്ന് പറയുന്ന സൈക്ലോൺ, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെതാ ഇസ്രായേൽ ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ വീണ്ടും ആൾക്കാരെ കില്ല് ചെയ്തവർ രസിക്കുന്നു. ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എഡിറ്റോറിയൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഇസ്രായേലിനെ ആരൊക്കെയാണ് ഇപ്പൊ ആരൊക്കെയാണ് അവരെ വളരെ സ്ട്രോങ് ആയിട്ട് റിപ്രിമാൻഡ് ചെയ്തേക്കുന്നത് നമുക്കറിയാം. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സ്പെയിൻ, അയർലൻഡ്, നോർവേ, ഇതുപോലുള്ള രാജ്യങ്ങൾ. ഇവരെല്ലാരും വിചാരിച്ചിട്ടും ഇന്നലെയും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള 45 ആൾക്കാരെയാണ് ഇന്നലെ റാഫേൽ ഒരു ടെന്റിൽ അറ്റാക്ക് നടത്തി. അവർ മനഃപൂർവ്വം അവർ അറ്റാക്ക് ചെയ്തതല്ല, അവർക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കാർ മരിച്ച് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പറഞ്ഞേക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതൊരു വലിയ എന്താ പറയുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് നെക്സ്റ്റ് ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ റെക്കോർഡ് വോട്ടർ ടേൺ ഔട്ട് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ലോക്സഭ ഇലക്ഷൻ, അസംബ്ലി പോൾ ടു ബി ഹെൽഡ് സൂൺ എന്ന് പറയുന്ന ന്യൂസ് കാണാം. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നായിരുന്നു. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടത്താൻ ഒരു റൈറ്റ് ടൈം റീച്ച് ചെയ്തോ എന്നൊരു ഡൗട്ട് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഉണ്ടായിരുന്നു. പക്ഷേ all those doubts were erased in this Lok Sabha election because overwhelming majority of Kashmiri people participated in the electoral process of India with enthusiasm. അപ്പോൾ ഒരു കഴിഞ്ഞ 35 to 40 yearsൽ കാശ്മീർ വിറ്റ്നസ് ചെയ്ത ഏറ്റവും വലിയ വോട്ടർ ടേൺ ഔട്ട് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. സോ Kashmiris are very enthusiastic about the democratic exercise.
ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അപ്പം അതെന്ന് പറയുന്നത് ഇനി വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലായിരിക്കും, ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ലോക്സഭ ഇലക്ഷനേക്കാളും അവർ അവരുടെ ചീഫ് മിനിസ്റ്ററിനെയും MLA-മാരെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇമ്മീഡിയറ്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടത്തും, അത് അറിഞ്ഞിരിക്കുക. പക്ഷേ അപ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് എന്ന് പറഞ്ഞ സംഭവം തിരിച്ചു കിട്ടത്തില്ല. യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോഴും സ്റ്റേറ്റ്ഹുഡ് അടുത്ത 1-2 വർഷത്തിനകം അത് തിരിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് എ പ്രോമിസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു കാശ്മീരി പീപ്പിൾ. അത് അവർ കൊടുക്കും, അത് കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷേ പിന്നെ താഴോട്ട് വരുമ്പം ഒരു ടൈഗർ റിസർവിനെ കുറിച്ച് പറയുന്നുണ്ട്. മുതുമലൈ ടൈഗർ റിസർവ് അറിഞ്ഞിരിക്കുക. മുതുമലൈ ടൈഗർ റിസർവ്, ഈ ടൈഗർ റിസർവുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ ചോദിക്കും. മുതുമലൈ ടൈഗർ റിസർവ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, തമിഴ്നാട്ടിലാണ് മുതുമലൈ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എവിടെയാണ്? കർണാടകത്തിലാണ്. ഇതായത് കേരളത്തോട് അടുത്ത് കിടക്കുന്ന ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ് കേരളത്തിലാണ്. അപ്പൊ ബന്ദിപ്പൂർ എവിടെയാണ്? കർണാടകത്തിലാണ്. മുതുമലൈ തമിഴ്നാട്ടിലാണ്. ഓക്കെ. പിന്നെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ്, പിന്നെ അടുത്ത ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ. ഈ 3 പേരും കൂടി ഇരിക്കുന്ന കാണാം. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് ഇലക്ഷൻ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളല്ല. പക്ഷേ ചീഫ് മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കണം, ഏകനാഥ് ഷിൻഡെ. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ദേവേന്ദ്ര ഫട്നാവിസ് ആൻഡ് അജിത് പവാർ. അത് മഹാരാഷ്ട്രയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റൽ എന്നാണെങ്കിൽ മഹാരാഷ്ട്രയെ പറയാം. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ നെർവ് സെന്റർ മഹാരാഷ്ട്രയിലെ മുംബൈ ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GSDP ഉള്ള സ്റ്റേറ്റും മഹാരാഷ്ട്രയാണ്. GSDP മീൻസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GDP രാജ്യത്തിന് എന്താണോ അതാണ് GSDP സ്റ്റേറ്റുകൾക്ക്. ഒരു സ്റ്റേറ്റിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിനെയാണ് GSDP എന്ന് പറയുന്നത്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. അതൊക്കെ തന്നെയാണ് മഹാരാഷ്ട്രയുടെ പ്രാധാന്യവും. ഓക്കെ. പിന്നെ ബസ്തറിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ബസ്തർ, ഇടയ്ക്കിടയ്ക്ക് ബസ്തറിനെ കുറിച്ചുള്ള ന്യൂസ് പത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ബസ്തർ ഈസ് എ ഹോട്ട് ബെഡ് ഓഫ് മാവോയിസം ഓർ നെക്സലൈറ്റിസം. അപ്പം അതുകൊണ്ട് തന്നെ നെക്സലൈറ്റ് ആക്ടിവിറ്റീസിന്റെ പേരിൽ എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒരു പ്രദേശമാണ് ബസ്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ബസ്തർ എന്ന് പറയുന്ന പ്രദേശം ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഏതാണ്? റായ്പൂരാണ്. RAIPUR, റായ്പൂരാണ് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കുക? വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി, SAI. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ MLC ഇലക്ഷനെ കുറിച്ച്, തെലങ്കാനയിലെ MLC ഇലക്ഷനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. MLC ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളില്, കർണാടകത്തില്, തെലങ്കാനയില്, ആന്ധ്രാപ്രദേശില്, ഈ 3 സ്റ്റേറ്റുകളിലും ബൈക്യാമറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ബൈക്യാമറൽ സിസ്റ്റം മീൻസ് ഇന്ത്യയുടെ ലോക്സഭയും രാജ്യസഭയും പോലെ സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണും. പക്ഷേ തമിഴ്നാട് ആൻഡ് കേരള, we are having only legislative assemblies, but all other South Indian states like Andhra Pradesh, Karnataka, Telangana, all of them are having bicameral system. അതുകൊണ്ട് തന്നെ അവർക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സിനെയാണ് MLC എന്ന് പറയുന്നത്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ MLA എന്നും പറയും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. പിന്നെ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. പോക്സോ അറിയാലോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. പിന്നീട് താഴോട്ട് വരുമ്പോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം, ജഗദീപ് ധൻഖർ ആണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ എന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് ആയിട്ടുള്ള റോള് കാണും. ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ മീൻസ് if a position is defined in Indian constitution, then it is a constitutional position. Prime Minister, President of India, Vice President of India, Chief Justice of India, all these positions are enshrined in the Constitution of India. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊസിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഫങ്ഷൻസും ഡ്യൂട്ടീസും എവറിത്തിങ്ങും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് ഉണ്ടായാൽ അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി അത് എപ്പോഴും ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ രാജ്യസഭയുടെ
ചെയർമാൻ എന്ന് പറയുന്നതാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭയുടെ ചെയർമാൻ, രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതിപ്പോ ജഗദീപ് ധൻഖർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജഗദീപ് ധൻഖർ അദ്ദേഹം ഇന്നലെ NAL വിസിറ്റ് ചെയ്തു. NAL എന്താണെന്ന് വെച്ചാൽ നാഷണൽ എയറോനോട്ടിക്സ് ലബോറട്ടറി. നാഷണൽ എയറോനോട്ടിക്സ് ലബോറട്ടറി അല്ല, നാഷണൽ എയറോസ്പേസ് ലിമിറ്റഡിന്റെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് നടന്നിരിക്കുന്നത്? ബാംഗ്ലൂർ ആണ്. ഓക്കെ, പിന്നീട് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ക്യാൻസ് ഡു. ഇന്നത്തെ എഡിറ്റോറിയൽസ് രണ്ട് സിമ്പിൾ എഡിറ്റോറിയൽസ് ആണ്. അപ്പം പക്ഷെ നമ്മൾ എഡിറ്റോറിയൽസ് എന്ന് പറയുന്ന സംഭവം ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് പോലെ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോംപ്രഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വായിക്കുക. ക്യാൻസ് ഡു എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ അതിൽ എനിക്ക് നിങ്ങളോടത്ത് വാദവരാതെ അതിനെ കുറിച്ച് സംസാരിക്കാറൊന്നുമില്ല. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് പ്രസ്റ്റീജിയസ് ഫിലിം ഫെസ്റ്റിവൽസ്. അത് ആണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് ഫ്രാൻസിലാണ് നടക്കുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പാം ഡി ഓർ എന്ന് പറയുന്ന അവാർഡാണ്. ഏറ്റവും വലിയ അവാർഡ്. PALME പാം ഡി ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് പാം ഡി ഓർ. ഈ അവാർഡ് ഇപ്രാവശ്യം കിട്ടിയത് ഇന്ത്യക്കാർക്കൊന്നും അല്ല, അമേരിക്കക്കാരനായ ഡയറക്ടർ സീൻ ബേക്കർ അദ്ദേഹത്തിന്റെ അനോര എന്ന് പറയുന്ന മൂവിക്കാണ് ബെസ്റ്റ് മൂവി അവാർഡ് കിട്ടിയത്. അതാണ് പാം ഡി ഓർ അവാർഡ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡ് ബെസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് അത് പ്രാവശ്യം കിട്ടിയത് ഇന്ത്യക്കാരിയായ പായൽ കപാഡിയയ്ക്കാണ്. അവരുടെ മൂവി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന മൂവിക്കാണ്. അപ്പൊ അതിൽ മലയാളികളായിട്ടുള്ള കനി കുസൃതിയും ദിവ്യപ്രഭയും ഒക്കെ അഭിനയിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ കുറച്ച് ഇന്ത്യക്കാർക്ക് കിട്ടിയ അവാർഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ ഈ കോമ്പറ്റീഷൻ കാറ്റഗറിയിൽ, മെയിൻ സ്ട്രീം ഫിലിമുകളുടെ കോമ്പറ്റീഷൻ കാറ്റഗറിയിൽ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സിനിമ അത് മലയാളികളുടെ സിനിമയായിരുന്നു. ഷാജിയൻ കരുണിന്റെ സ്വം എന്ന് പറയുന്ന സിനിമ 94 മത്സരത്തിലുണ്ട്. ഷാജിയൻ കരുൺ അറിയാമല്ലോ, പിറവി എന്ന് പറയുന്ന മൂവിയൊക്കെ എടുത്ത അദ്ദേഹമാണ്. മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയ വാനപ്രസ്ഥം എന്ന് പറയുന്ന മൂവിയൊക്കെ ഡയറക്ട് ചെയ്ത സംവിധായകനാണ് ഷാജിയൻ കരുൺ. അദ്ദേഹത്തിന്റെ സ്വം എന്ന് പറയുന്ന മൂവിയാണ് 94 ഇതുപോലെ മത്സര വിഭാഗത്തിൽ മത്സരിച്ചിട്ടുണ്ട് മെയിൻ ഫിലിംസിന്റെ. അതിനുശേഷമാണ് ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു പായൽ കപാടിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള വേറെ ചില അനസൂയ സെൻ ഗുപ്തയ്ക്ക് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ ആക്ടിങ്ങിന് അവാർഡ് കിട്ടിയതും, പിന്നെ ഇന്ത്യക്കാരായ ചില ആൾക്കാരുടെ ഡോക്യുമെന്ററീസ് ഒക്കെ അവിടെ മത്സരവിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു. അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇപ്പം FTAA ഫിലിം, ഇത് അറിഞ്ഞിരിക്കണം. FTAA എന്താണെന്ന്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. FTAA ഇത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, പൂനെ. നമ്മൾ എപ്പോഴും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഇപ്പൊ ഈ പായൽ കപാടി ഉൾപ്പെടെ നമ്മളുടെ എനിക്കൊന്ന് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പോലുള്ള നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും എല്ലാം പഠിച്ച് വളർന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ യഥാർത്ഥ പേര് ആക്ച്വലി FTAA എന്നാണ്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അവിടെ തന്നെ പഠിച്ച ചിദാനന്ദായസ് നായിക് എന്ന് പറയുന്ന ആളുടെ ഷോർട്ട് ഫിലിം സൺഫ്ലവേഴ്സ് വെയർ ദ ഫസ്റ്റ് ഓൺസ് ടു നോ എന്ന് പറഞ്ഞൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ കോമ്പീറ്റ് ചെയ്ത്. അങ്ങനെ ഇന്ത്യക്കാരുടെ നല്ലൊരു പ്രസൻസ് ഇപ്രാവശ്യം കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വായിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ കോംപ്രഹെൻഷൻ എന്നുള്ള രീതിയിൽ വായിച്ചു നോക്കുക. ഇനി താഴോട്ട് വരുമ്പം അതിലും സിമ്പിൾ എഡിറ്റോറിയലാണ്. മാക്സിമം ഇമ്പാക്ട് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. IPL വിൻ ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ടീം. 3rd ടൈമാണ് അവർ വിൻ ചെയ്യുന്നത്. 2014 ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യമായിട്ടാണ് ഈ IPL വിൻ ചെയ്യുന്നത്. അപ്പൊ അവർ തോപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറഞ്ഞ ടീമിനെയാണ്. ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമും അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ടീമും കഴിഞ്ഞ എഡിഷനിൽ 2023 IPL വളരെ മോശമായിട്ട് പെർഫോം ചെയ്തവരാണ്. 7ാം സ്ഥാനത്ത് 8ാം സ്ഥാനത്തൊക്കെ അവർ ഫിനിഷ് ചെയ്തു. അവിടെ നിന്ന് അവർ റീകൂപ്പ് ചെയ്തു, നല്ലൊരു ടീം ഉണ്ടാക്കി, ഒരു ടീം വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ വരെ വന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് എഡിറ്റോറിയൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിൽ ഇപ്പൊ തോറ്റുപോയെങ്കിലും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മളുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ടീം ആദ്യത്തെ 8 മാച്ചസിൽ 7 തോറ്റ ടീം അവസാനം സെമി ഫൈനൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ പ്ലെയർ അയാളുടെ ഏറ്റവും മികച്ച IPL പ്രകടനങ്ങളിൽ ഒന്ന് പുറത്തെടുക്കുന്നു. പിന്നെ കുറെ പുതിയ നല്ല താരങ്ങളുടെ വരവ്, അവരുടെ പെർഫോമൻസ്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഇപ്പൊ അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ T20 വേൾഡ് കപ്പ് നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും വെച്ചാണ്. വെസ്റ്റ് ഇൻഡീസിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും വെച്ചാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന പ്ലേയേഴ്സിന് ആർക്കും വലിയ
ഒരു എന്താ പറയുന്ന പ്രാക്ടീസ് കഴിഞ്ഞ വീക്കിലൊന്നും കിട്ടിയില്ല. അത് പക്ഷേ ഇന്ത്യക്ക് നല്ലതാണ് എന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. കാര്യം മച്ച് നീഡഡ് ആയിട്ടുള്ള റെസ്റ്റ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെല്ലാം കിട്ടി. കാര്യം ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ആരും സെമിയിലൊന്നും വന്നില്ല, ആകപ്പാടെ വിരാട് കോഹ്ലിയൊക്കെ സെമിയിലൊക്കെ വന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് ആർട്ടിക്കിളാണ് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചബഹാർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞ നമ്മളുടെ പോർട്ടിനെ കുറിച്ച് നമ്മളുടെ പോർട്ട് മീൻസ് ഇറാനിലെ പോർട്ട് ആണെങ്കിലും 10 വർഷത്തേക്ക് അതിന്റെ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എവറിത്തിങ് ഓപ്പറേഷൻ എല്ലാം നമ്മളാണ്, അതിൻ്റെ ഉള്ള കോൺട്രാക്ട് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഇൻഡോ ഇറാനിയൻ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇൻഡോ ഇറാനിയൻ ബന്ധത്തിനെ ഇപ്പൊ നമ്മളുടെ മുന്നേക്ക് നയിക്കുന്ന ഒരു സംഭവമായിട്ട് ചബഹാർ പോർട്ട് മാറുന്നു. വേറെ പല ഇറാനിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളും US-ന്റെ സാങ്ഷൻസ്, ഇറാനിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള US-ന്റെ സാങ്ഷൻസ് മൂലം നമുക്ക് പിൻവലിക്കേണ്ടി വന്നു. നമ്മുടെ ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഇറാനിൽ നിന്നായിരുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന 10 രാജ്യങ്ങളിൽ പോലും ഇറാൻ ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ US സാങ്ഷൻസ് മൂലമാണ് അതൊക്കെ നമുക്ക് പിൻവലിയേണ്ടി വന്നത്. ഇറാനിൽ ഫർസാദ് എന്ന് പറയുന്ന ഒരു ഓയിൽ ബ്ലോക്ക് ഇന്ത്യയുടെ ONGC എന്ന് പറയുന്ന കമ്പനി കണ്ടെത്തിയായിരുന്നു. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. പക്ഷെ ആ ഫർസാദ് ഓയിൽ ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യാതെന്നോ അത് നമുക്ക് ഉപയോഗപ്പെടുത്താനോ നമുക്ക് കഴിഞ്ഞില്ല, ബിക്കോസ് ഓഫ് US സാങ്ഷൻസ് അഗേൻസ്റ്റ് ഇറാൻ. അപ്പൊ US സാങ്ഷൻസ് അഗേൻസ്റ്റ് ഇറാൻ ഉണ്ടെങ്കിൽ വൈ വി ആർ ആക്ച്വലി സ്റ്റേയിങ് അവേ ഫ്രം പ്രോജക്ട്സ് ഇൻ ഇറാൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇറാൻ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ US-ന്റെ സാങ്ഷൻസ് ഇന്ത്യക്കെതിരെ ഇല്ലല്ലോ, ഇറാനെതിരെ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യാൻ? അതിന്റെ കാരണം ഇതാണ്. CAATSA എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നിയമമുണ്ട്. CAATSA മീൻസ് കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട്. കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു നിയമമാണ്. അമേരിക്ക ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു നിയമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇറാൻ എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാൻ ഈസ് ആൻ എനിമി നേഷൻ ഓഫ് USA and we are implementing economic sanctions against Iran എന്ന് US പറഞ്ഞു കഴിഞ്ഞാൽ, if India starts doing business with Iran, India will also come under the purview of CAATSA. അതാണ് എൻ്റെ കാര്യം, മനസ്സിലായി? ഇപ്പൊ റഷ്യ ഒരു നോൺ എനിമി ഓഫ് USA ആണ്. റഷ്യക്കെതിരെ CAATSA അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ പോയി റഷ്യയായിട്ട് ബിസിനസ് ചെയ്താൽ ഇന്ത്യക്കെതിരെ CAATSA വരും. അതാണ് പ്രശ്നം, മനസ്സിലായി? അപ്പൊ അതാണ് നമുക്ക് ആ ബിസിനസ് ഒന്നും ഇറാനുമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇന്ത്യ ഗോട്ട് സം എക്സംഷൻസ് ഫോർ ചബഹാർ പോർട്ട് ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ഒരു സ്ട്രാറ്റജിക് പ്രാധാന്യം കൊണ്ട്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇത് പറയുന്നുണ്ട്, അത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പറയാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇന്ത്യയും റഷ്യയും അതിന്റെ ഇടയ്ക്ക് കുറെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ വരുന്ന ഒരു കണക്ടിവിറ്റി പ്രൊജക്ട്. ഇതിൽ നമുക്ക് ഇവരെ വേണം. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് ഉൾപ്പെടെ ഇപ്പൊ ഇന്ത്യയായിട്ട് പതുക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുക റിലേഷൻ. അപ്പൊ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ പാത ചബഹാർ പോർട്ട് വഴിയാണ്. ആ താലിബാൻ തന്നെ ഇപ്പൊ അവിടെ ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ചൈന-പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്രോജക്റ്റിന് ഒരു ബദലായിട്ട് ചബഹാർ പോർട്ടിനെ ആക്ട് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊന്ന് വായിച്ച് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു ആർട്ടിക്കിൾ നല്ലൊരു ആർട്ടിക്കിളാണ്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഉത്തർപ്രദേശിൽ ഉള്ള കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ്. പക്ഷെ അത് ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് വലിയ ആവശ്യമില്ലാണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇത് കർണാടകത്തിലെ കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്, അത് നമുക്ക് വേണ്ട. ഇന്ത്യ റിലൈസ് ഓൺ ചൈന ഫോർ മോസ്റ്റ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കാണാം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഞാൻ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചത് കണ്ടാണ്, ട്രേഡ് ഡെഫിസിറ്റ്. അത് ഞാൻ പറഞ്ഞു. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തങ്ങളിലെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുമ്പോൾ ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞു വരുന്നാൽ there will be always trade deficit. So India and China are doing business between each other. India is exporting to China and China is exporting to India also. അപ്പം പക്ഷെ അവർ ട്രേഡ് ഡെഫിസിറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ചൈനയാണ്. ഇൻ ഫേവർ ഓഫ് ചൈന എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം നമുക്ക് ചൈനയായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. നമുക്കാണ് ആ ട്രേഡ് ഡെഫിസിറ്റ്. ഇൻ ഫേവർ ഓഫ് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആണെന്ന് വെച്ചാലും ചൈനയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ബിസിനസ് ട്രേഡ് ഒരു വർഷം നടത്തുന്ന ചൈനയുമായിട്ടാണ്. അത് പഠിച്ചു വെച്ചാണ് ചിലപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും എക്സാമിന് ചോദിക്കുക. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഈസ് US. ബട്ട് അവിടെ
ട്രേഡ് ഡെഫിസിറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ആണ് US-ന് അഗേൻസ്റ്റ് ആയിട്ട്. എന്തായാലും ചൈനയ്ക്ക് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ അത് കൂടുതലും ഇലക്ട്രോണിക് ഗുഡ്സിന്റെ ഒക്കെ പർച്ചേസിലാണ് നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ബസ്മതി അരി അങ്ങനെയുള്ള സാധനമൊക്കെ, അപ്പൊ അതിനത്ര വില കാണും. അതാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ചുള്ള കാര്യം, അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീംസിനെ കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല, അതുകൊണ്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളെ പ്രിസൺസിൽ ഒരുപാട് സ്ത്രീകൾ, തൗസൻഡ്സ് ഓഫ് സ്ത്രീകൾ പ്രിസണേഴ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ മെൻസ്ട്രൽ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. നമുക്ക് മുമ്പ് നമ്മളുടെ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളിലും അഡോളസന്റ് ഗേൾസിലും ഈ മെൻസ്ട്രൽ ഹൈജീനിന് വലിയ പ്രാധാന്യം ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. നമ്മളുടെ 10 പെൺകുട്ടികളെ എടുത്താൽ അതിൽ 2 പെൺകുട്ടികളൊക്കെ മാത്രമായിരുന്നു സാനിറ്ററി നാപ്കിൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണല്ലോ സേഫ് ആയിട്ടുള്ള ഈ പറഞ്ഞ മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള. പക്ഷേ ഇപ്പോൾ അത് 10 ഗേൾസ് എടുത്താൽ 8 ഗേൾസ് ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതുപോലെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ആ കാര്യത്തിൽ വലിയ പ്രാധാന്യം പുലർത്തുന്നുണ്ട്. വളരെ വില കുറച്ച് പാവപ്പെട്ട മേഖലകളിലേക്ക് പെൺകുട്ടികൾക്ക് ഈ നാപ്കിൻസ് ഒക്കെ 1 രൂപയ്ക്കും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ്. പിന്നെ അവിടെ വേറൊന്നും പറയാല്ല. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ രാജ്കോട്ട് ഫയർ ട്രാജഡിയെ കുറിച്ച്, ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഈ ഫയർ ട്രാജഡിയുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ഹൈക്കോർട്ട് ഇന്നലെ സ്റ്റേറ്റ് മെഷീനറിയിൽ യാതൊരു ഫെയ്ത്തും ഇല്ല എന്ന് പറഞ്ഞേക്കാണ്. ഗുജറാത്ത് സ്റ്റേറ്റ് മെഷീനറിയിൽ അവിടുത്തെ ഹൈക്കോർട്ട്. പിന്നെന്താ പറയാ, താഴോട്ട് വരുമ്പം ഒരു കാര്യം പറയാലോ, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജ് അവിടെയും ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഇനി അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം, DRDO ചെയർമാൻ ഗെറ്റ്സ് എ ഇയേഴ്സ് എക്സ്റ്റൻഷൻ ഓഫ് സർവീസ്. DRDO അറിയാലോ, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്, ന്യൂഡൽഹിയിലാണ്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ദേ ആർ ഡെവലപ്പിംഗ് അവർ വേരിയസ് ഡിഫൻസ് എക്യുപ്മെന്റ്സ്. ഇന്ത്യയുടെ മെയിൻലി മിസൈൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDOയുടെ ഡയറക്ടർ അല്ലെങ്കിൽ DRDOയുടെ ചെയർമാനാണ്, ഡയറക്ടർ അല്ല, DRDOയുടെ ചെയർമാനാണ് സമീർ വി കാമത്ത്. ഇദ്ദേഹത്തിന് 1 വർഷം കൂടി എക്സ്റ്റൻഷൻ കൊടുത്തു. ഇപ്പൊ 1 മാസം എക്സ്റ്റൻഷൻ ഒരാൾക്ക് കൊടുത്തതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ ആർമി ചീഫിന്. അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഫോഴ്സസിന്റെ ചീഫിന് അങ്ങനെ എക്സ്റ്റൻഷനായി കൊടുക്കുന്നത് വളരെ റെയർ ആണ്. പക്ഷേ നൗ അവർ ആർമി ചീഫ് മനോജ് പാണ്ഡെ ഗോട്ട് എക്സ്റ്റൻഷൻ ഓഫ് സർവീസ് ഫോർ 1 month. only 1 month ആണ്. അതായത് അദ്ദേഹത്തിന് ജൂണിൽ റിട്ടയർ ആവേണ്ടി വരും. ഇപ്പൊ മെയിൽ റിട്ടയർ ആവേണ്ട ആളായിരുന്നു. പക്ഷെ അതേ സമയത്ത് DRDOയുടെ ചെയർമാനായ സമീർ വി കാമത്തിന് ഗവൺമെന്റ് 1 year എക്സ്റ്റൻഷൻ കൊടുത്തു. DRDOയുടെ ചെയർമാന്റെ പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ NCWനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മ. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഏത് മേഖല നോക്കിയാലും, ബാങ്കിങ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സെക്ടർ മേഖല, എവറിത്തിങ് നോക്കിയാലും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ ഈസ് LIC. അവരുടെ ലാഭമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 3 months അവരുടെ ലാഭം 13,763 crores, അതായത് അറൌണ്ട് 14,000 crore അവരൊരു 3 മാസത്തെ ലാഭം. അപ്പോൾ 1 വർഷം ഏതാണ്ട് 60,000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് LIC. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോൺഗ്ലോമറേറ്റ് ഇൻ ഇന്ത്യ. അപ്പം അത് അറിഞ്ഞിരിക്കുക. LICയെ കുറിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയും LIC ആണ്. പിന്നെന്താണ് പിന്നെ ഇവിടെ പറയാൻ, പിന്നെ ഘാന എന്ന് പറയുന്ന രാജ്യം അവരുടെ 4G 5G ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കൺട്രിയിൽ 4G ഇംപ്ലിമെന്റ് ചെയ്യാനും 5G ഇംപ്ലിമെന്റ് ചെയ്യാനും ഇന്ത്യൻ കമ്പനീസിനെ സെലക്ട് ചെയ്തു. റിലയൻസ് ജിയോയുടെ ഒരു സ്ഥാപനമുണ്ട്, റാഡിസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ ടെക് മഹീന്ദ്ര, പിന്നെ നോക്കിയ. ഈ 3 പേരും കൂടെ ചേർന്നാണ് 4Gയും 5G ഒക്കെ ഘാനയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നാണ്. ഘാന ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി. ഘാനയുടെ ക്യാപിറ്റൽ അക്ര എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ നോക്കിക്കൊള്ളണം. ഓക്കെ. അപ്പം അത് ആക്ച്വലി പൊതുവെ ചൈനീസ് കമ്പനികളാണ്, ഹ്യുവായ് എന്നൊക്കെ പറഞ്ഞ ചൈനീസ് കമ്പനികളാണ് മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ഈ കാര്യങ്ങൾക്ക്. ഇപ്പം
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പതുക്കെ ആ മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിയുന്നുള്ള ഒരു സൂചനയാണ്. ഓക്കെ, അപ്പം 4G 5G ഗിയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് റിലയൻസ് ഒക്കെ. ഇപ്പൊ ഖാനയിലാണ് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. അതൊക്കെയാണ് ആ പേജിലുള്ള. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബംഗ്ലാദേശിലും റമാൽ വൻ പ്രശ്നം ഉണ്ടാക്കുന്നു. ബംഗാളിലുണ്ടാവുമ്പോൾ ബംഗ്ലാദേശിലും ഉണ്ടാവും. രണ്ടും ഒരേ സ്റ്റേറ്റ് അല്ലായിരുന്നോ ബംഗാൾ? അതിനെ സ്പ്ലിറ്റ് ചെയ്താണല്ലോ ഈസ്റ്റ് പാകിസ്ഥാനൊക്കെ ഉണ്ടായത്. ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നെ ഇന്ദിരാഗാന്ധി 1971 ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാർ നടത്തുന്നതും അവസാനം അവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആവുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അർമേനിയയിൽ കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 4 വില്ലേജസ് ഒക്കെ അർമേനിയയുടെ ബോർഡർ ഏരിയയിലുള്ള അസർബൈജാന് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അർമേനിയ. പിന്നെ റഷ്യ താലിബാനെ ടെററിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. താലിബാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ പതുക്കെ താലിബാനെ കുറിച്ചുള്ള പെർസെപ്ഷൻ വേൾഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താലിബാൻ ആയിട്ട് ഡീൽ ചെയ്യാനും പതുക്കെ ഓരോരോ രാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റഷ്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം പതുക്കെ താലിബാനുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇൻ ദ ഫ്യൂച്ചർ ഇന്ത്യ വിൽ ഓൾസോ എൻഗേജ് വിത്ത് താലിബാൻ. കാരണം അഫ്ഗാനിസ്ഥാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ചബഹാർ പോർട്ടിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളെ പസഫിക് ഓഷനിലെ ഒരു ഐലൻഡ് നേഷനായ പാപ്പുവ ന്യൂഗിനിയ, അവിടെ വലിയൊരു ലാൻഡ് സ്ലിപ്പ് ഉണ്ടായി. 2000-ഓളം പേര്, അതായത് മണ്ണിടിച്ചിൽ 2000-ഓളം പേര് ജീവനോടെ മണ്ണിന്റെ അടിയിൽ ബറി ചെയ്യപ്പെട്ട് മരിച്ചുപോയി. അത് വലിയൊരു കഷ്ടമാണ്. പാപ്പുവ ന്യൂഗിനിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തൊരു ഐലൻഡ് നേഷനാണ്. അത് സൗത്ത് പസഫിക് ഐലൻഡ് നേഷനാണ്. സൗത്ത് പസഫിക് ഐലൻഡ് നേഷൻ. അപ്പം അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് ലീഡേഴ്സ് ഔട്ട്റേജ് by Israel's barbaric attack on റാഫ ടെന്റ്. അപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ, വേറെ ഒന്നും അവിടെ പറയാനില്ല. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, US officials visit Taiwan after new leader assumes office, condemn Chinese drills. ഞാൻ പറഞ്ഞില്ലേ, തൈവാനിലെ പുതിയ പ്രസിഡന്റ് വന്നെന്ന് ലായ് ചിങ്തെ അല്ലെ, ലായ് ചിങ്തെ അദ്ദേഹമാണ് പിന്നീട് തൈവാന്റെ പുതിയ പ്രസിഡന്റ്. അതിനുശേഷം ചൈന അവിടെ കുറച്ച് മിലിറ്ററി അഭ്യാസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. ലായ് ചിങ്തെയാണ് ഈ ഫോട്ടോയെ കാണുന്നത്. അതുപോലെ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത വേറൊരു കാര്യമാണ്, ഒരു ട്രൈലാറ്ററൽ സമ്മിറ്റ്. ഒരു ട്രൈലാറ്ററൽ സമ്മിറ്റിനെ കുറിച്ച്. ട്രൈലാറ്ററൽ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങൾ. ട്രൈലാറ്ററൽ ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ. ഈ 3 പേരെ ലീഡേഴ്സ്. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഫുമിയോ കിഷിദ, ഈ ഫോട്ടോയിൽ കാണാം. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഫുമിയോ കിഷിദ, ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ലീ കിയാങ്, സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് യൂൺ സുക് ഇയോൾ. ഇവര് 3 പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇത് സൗത്ത് കൊറിയയിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ, നദാൽ ക്ലേ കോർട്ടിന്റെ കിങ് എന്നറിയപ്പെടുന്ന 14 ടൈംസ് ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്ത റാഫേൽ നദാൽ ഇന്നലെ ഫ്രഞ്ച് ഓപ്പണിന്റെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി പോയി. അത് ഇനി അങ്ങനെ അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഏതാണ്ട് 40 വയസ്സാവാറായി റാഫേൽ നദാലിന്. ഇപ്പൊ ടെന്നീസിൽ അതൊരു വയസ്സൻ എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പൊ എന്തായാലും റൊളാൻ ഗാരോസിലെ ഫ്രഞ്ച് ഓപ്പണിൽ റാഫേൽ നദാൽ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായതാണ് വലിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, താങ്ക് യു.